മറ്റൊരു വാർത്തയിലേക്ക് സിപിഎം കാട്ടാക്കട ഏരിയ കമ്മിറ്റി ഓഫീസ് ആക്രമണത്തിൽ 4 എസ്ഡിപിഐ പ്രവർത്തകർ അറസ്റ്റിൽ. എസ്ഡിപിഐയുടെ പരാതിയിൽ 2 സിപിഎം പ്രവർത്തകരും കസ്റ്റഡിയിലുണ്ട്. ഏരിയ കമ്മിറ്റി ഓഫീസ് മന്ത്രി വി ശിവൻകുട്ടി സന്ദർശിച്ചു. വി അരുൺ ചേരുന്നു. അരുൺ, വിശദാംശങ്ങൾ. ഇന്നലെ രാത്രിയാണ് സിപിഎമ്മിന്റെ കാട്ടാക്കട ഏരിയ കമ്മിറ്റി ഓഫീസിൽ ആക്രമണം ഉണ്ടായത്. എസ്ഡിപിഐ പ്രവർത്തകൻ അക്രമത്തിൽ പിന്നിലെന്ന ആരോപണമാണ് സിപിഎം ഉന്നയിക്കുന്നത്. ഇവിടെ അല്പസമയം മുമ്പ് മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ എത്തിയത്. ഇപ്പോഴും ജി സ്റ്റീഫൻ എംഎൽഎയും IB സതീഷ് എംഎൽഎയും ഒക്കെ ഇവിടെയുണ്ട്. 15ഓളം പ്രവർത്തകർ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറി ഇവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകരെ ആക്രമിച്ചു, സാധനങ്ങൾ നശിപ്പിച്ചു എന്നാണ് പരാതി. ഇത് ഓഫീസിന്റെ താഴ്വശമാണ്, പാർക്കിംഗ് ഏരിയയാണ്. അവിടെ ക്യാരംസ് കളിച്ച് കുറെ പ്രവർത്തകർ ഉണ്ടായിരുന്നു. അവർക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഈ എസ്ഡിപിഐ ആരോപണം നിഷേധിക്കുമ്പോഴും എസ്ഡിപിഐ തന്നെയാണ് ആക്രമിച്ചതെന്ന നിലപാടിലാണ് സിപിഎം ഉള്ളത്. നേരത്തെ 6 മാസം മുമ്പും ഇവിടെ കിള്ളിയിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. എസ്ഡിപിഐ സിപിഎം പ്രവർത്തകർ തർക്കമുണ്ടായിരുന്നു. ഈ ശരിക്കും കസ്റ്റഡിയിലുള്ളത് ക്ലാരിറ്റിക്ക് വേണ്ടിയാണ്. കാരണം എസ്ഡിപിഐ ആണെന്ന് സിപിഎം പറയുകയും അങ്ങനെയല്ല എന്ന് അവർ പറയുന്നു. നമ്മളിപ്പോ കേസിന്റെ അന്വേഷണ പരിധിയിലാണുള്ളത്. കുറച്ചൊന്നും ഇപ്പം പറയാൻ പറ്റില്ല. 5 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നടപടികൾ ചെയ്തതിനു ശേഷം പറയാം. എസ്ഡിപിഐ ബന്ധമുള്ളവരാണോ അറസ്റ്റുള്ളത്? പരിശോധിച്ചിട്ട് പറയാം. എടുത്തുകൊണ്ടിരിക്കുക, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. 5 പേരും 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെ, ഡിവൈഎസ്പിയുടെ കാട്ടാക്കട ഡിവൈഎസ്പിയുടെ പ്രതികരണമാണ്. എസ്ഡിപിഐ ബന്ധം നേരിട്ട് പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അന്വേഷണം നടക്കുന്നു എന്ന കാര്യം മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. 5 പേർ കസ്റ്റഡിയിലുണ്ട്. ഇവർ എസ്ഡിപിഐ പ്രവർത്തകരാണ്. ഇവിടെ ഇന്നലെ ആക്രമിക്കാനെത്തിയ ആളുകൾ ചിലരുടെ വാഹനമൊക്കെ ഇന്നലെ ഇവിടെ ഇവിടുന്നവർക്ക് ആ വാഹനം ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു. വാഹനമൊക്കെ പിന്നീട് പോലീസ് ഇവിടുന്ന് കണ്ടെടുത്തു. മുനീർ എന്ന ഒരാളുടെ പേഴ്സും ഇവിടെ സിപിഎം പ്രവർത്തകർ ഇവിടെ നിന്ന് ലഭിച്ചു എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. മുനീർ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ആളുകളിൽ ഒരാളാണ്. എസ്ഡിപിഐയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഈ അക്രമത്തിൽ പങ്കെടുത്തു എന്ന ആരോപണമാണ് സിപിഎം ഉന്നയിക്കുന്നത്. പക്ഷേ ഇന്നലെ ഒരു ടർഫിൽ, കാട്ടാക്കട തന്നെയുള്ള ഒരു ടർഫിൽ ക്രിക്കറ്റ് കളിക്കിടെ ലഹരി ഉപയോഗിച്ച് നിർത്തുകയും അത് ചോദ്യം ചെയ്യുന്നതിനെ തുടർന്നുണ്ടായ സംഘർഷവുമാണ്. അതിൽ പല രാഷ്ട്രീയക്കാരുണ്ട്. അവർ തമ്മിലാണ് സംഘർഷമുണ്ടായത്. ഇവിടെ രാഷ്ട്രീയ നിറമില്ല, എസ്ഡിപിഐക്ക് ഇതിൽ പങ്കില്ല എന്ന ഒരു നിലപാടാണ് ചെയ്തത്. ഇവിടെയാണിത് ഈ ഓഫീസിൽ നിന്നേ ഈ തകർത്തു എന്ന് പറയുന്ന മറിച്ചിട്ട അലമാരയും അതുപോലെ തന്നെ ക്യാരംസ് കളിച്ചുകൊണ്ടിരുന്ന ആ ടേബിളും ഒക്കെ മേശയും ഒക്കെ മറിച്ചിട്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ 6 മാസം മുമ്പ് ഒരു സംഘർഷമുണ്ടായിരുന്നു. 2 സിപിഎം പ്രവർത്തകർക്ക് വെട്ടേറ്റിരുന്നു. അതിലെ ഒരു പ്രതി, ബാക്കിയുള്ള പ്രതികൾ ജാമ്യത്തിലിറങ്ങുമ്പോഴും ഒരാളെ കസ്റ്റഡി എടുക്കാൻ പോലീസിന് തയ്യാറായിട്ടില്ല. അയാൾ ഇന്നലെ ഒരു ടർഫിൽ കളിക്കാനെത്തുകയും അവിടെ സിപിഎം പ്രവർത്തകർ തടയുകയും പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു. അതിനെ തുടർന്നുണ്ടായ സംഘർഷമാണ് പിന്നീട് സിപിഎം ഓഫീസ് ആക്രമണത്തിലേക്ക് എത്തിയത്. എസ്ഡിപിഐ തന്നെയാണ് ഈ ആക്രമണത്തിൽ പിന്നിലെന്ന് ഉറച്ചുനിൽക്കുകയാണ് സിപിഎമ്മിന്റെ ഏരിയ സെക്രട്ടറി അടക്കമുള്ളവർ ആ നിലപാടാണ് പറയുന്നത്. സിപിഎമ്മിന്റെ ഏരിയ സെക്രട്ടറി ഗിരി ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്കും പോകാം. പോലീസ് ഇപ്പോഴും ഇത് എസ്ഡിപിഐ ആണ് ആക്രമണത്തിലെന്ന് പറയുന്നില്ല. 5 പേർ കസ്റ്റഡിയിലുണ്ട്, അന്വേഷിക്കുന്നതാണ് പോലീസ് ഡിവൈഎസ്പി പറയുന്നത്. ഡിവൈഎസ്പി അത് പറഞ്ഞാലും നമുക്ക് വ്യക്തമായിട്ട് ഇന്നലെ അവരുടെ സ്കൂട്ടറിന്റെ നമ്പർ നമ്മൾ പരിശോധിച്ചു. അറിയപ്പെടുന്ന എസ്ഡിപിഐ പ്രവർത്തകരാണ്. അത് പോലീസ് അങ്ങനെ പറഞ്ഞതിനെ സംബന്ധിച്ച് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് അവര് പറയേണ്ട കാര്യമാണ്. ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എസ്ഡിപിഐ ആരോട് നിഷേധിക്കുന്നു. ടർഫിൽ ഇന്നലെ കളിക്കിടെ ആരോ ലഹരി ഉപയോഗിച്ചെത്തി അവിടെ തർക്കമുണ്ടായി, അത് പിന്നീട് അടിയാവുക. അതിനെ സംബന്ധിച്ചൊന്നും നമുക്കത് നമുക്ക് അറിഞ്ഞൂടാ. അത് ആ സംഭവങ്ങളൊന്നും അറിഞ്ഞൂടാ. അത് പല അടിയും നടക്കും. അത് ഇവിടെ പാർട്ടി ഓഫീസിൽ ഒരു ആക്ഷൻ നടക്കും. പാർട്ടിക്ക് നേരെയല്ല ആക്രമണം. പാർട്ടി ഓഫീസ് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ എത്ര പേരാണ് ഇവിടേക്ക് കയറി വന്നത്? ഇവിടേക്ക് കയറി വന്ന ഒരു 10-20 പേരുണ്ടായിരുന്നു. അതില് ആക്ഷനിൽ പങ്കെടുത്തത് ഒരു 5-6 പേര് കൃത്യമായ ആക്ഷനിൽ പങ്കെടുത്തവരാണ്. വാള് വീശി ഇവിടെ വലിയൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു. സിപിഎമ്മിന്റെ എത്ര പ്രവർത്തകർ ഇപ്പോൾ ആശുപത്രിയിലുണ്ട്? സിപിഎമ്മിന്റെ പ്രവർത്തകർ 2 പേരുണ്ട്. 2 പേര് ആശുപത്രിയിലാണ്. ഇതാണ് സിപിഎമ്മിന്റെ നിലപാട്. ഏരിയ സെക്രട്ടറി ഗിരിയാണ് സംസാരിച്ചത്. എസ്ഡിപിഐ ആരോപണം നിഷേധിക്കുമ്പോഴും എസ്ഡിപിഐ പ്രവർത്തകർ തന്നെയാണ് ഈ അക്രമത്തിന് പിന്നിൽ. ഇവിടെ വന്ന വാഹനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് എസ്ഡിപിഐയുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാവിന്റെയാണ് എന്നാണ് സിപിഎം ആരോപിക്കുന്നത്. അതിന് പോലീസ് ഈ ഘട്ടത്തിൽ അത്തരത്തിൽ എസ്ഡിപിഐ എന്ന് നേരിട്ട് പറയാൻ തയ്യാറായിട്ടില്ല. 5 പേർ കസ്റ്റഡിയിലുണ്ട്, അറസ്റ്റായിട്ടുണ്ട് മാത്രമാണ് പോലീസ്
ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ആര്യ. ശരി, വി വി അരുണാണ് വിവരങ്ങൾ നൽകിയത്.